മുഴുവൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് നമ്മുടെ ജില്ലാ കളക്ടർ ചുമതല എടുത്ത് ജില്ലാ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പദ്ധതിയുടെ ഭാഗമായി നമുക്ക് സമ്മാന ഫണ്ടിന്റെ ഫണ്ട് നമ്മുടെ എല്ലാവർക്കും വേണ്ടി നെക്സ്റ്റ് ബിആർസിയാണ് ബ്ലോക്ക് റിസോഴ്സ് സെന്റർ. എല്ലാവരും വേഗം പനത്തടി കൃഷി പനത്തടി വെറ്റിനറി ഹോസ്പിറ്റൽ കൊറകാണ്. വെറ്റിനറി ഹോസ്പിറ്റൽ കൃഷിഭവൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇപ്പോ വിശേഷം കൈമാറുക. നമ്മളുടെ സെൽഫ് ഡിഫൻസ് കുട്ടികളാണ് അറിയിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് 500 ബ്ലോക്കിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി സെപ്റ്റംബർ 2023 സെപ്റ്റംബർ മാസം 29-ാം തീയതി ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അതിൽ നമ്മുടെ കേരളത്തിൽ നിന്നും 9 ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ജനസംഖ്യയുടെ 20% വരുന്ന SC/ST ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന ബ്ലോക്ക്, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ബ്ലോക്ക്, നമ്മുടെ ഈ ബ്ലോക്ക് വന്നിട്ട് തന്നെ 14 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തത്. നമ്മുടെ രാജ്യം മുഴുവനും 500 ബ്ലോക്കുകളാണ് ആസ്പിറേഷൻ ബ്ലോക്കുകളായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അത് വിവിധ വികസനത്തിൻ്റെ പിന്നോക്കം വെച്ചിട്ടാണ് 500 ബ്ലോക്കുകൾ ആസ്പിറേഷൻ ബ്ലോക്കുകളായിട്ട് നീതി ആയോഗ് തിരഞ്ഞെടുത്തത്. അതിൽ 5 ഏരിയാസ്, അതായത് ഹെൽത്ത്, ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ, കൃഷി, അതുപോലെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇത്രയും 5 ഇതിലാണ് 5 ഇതായിട്ട് 39 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷമായി ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളും ഒരുമിച്ച് നിന്ന് ജില്ലാ തലത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസറും അതുപോലെ ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഇവിടെ നമ്മൾ ഇതേ ബ്ലോക്ക് ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഉള്ള ജനപ്രതിനിധികളോട് നമ്മൾ സംസാരിച്ച് ചർച്ച ചെയ്തു. ഇവിടെ ഉള്ള ഈ 39 ഇൻഡിക്കേറ്റേഴ്സ്, 39 സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ചർച്ച ചെയ്ത് ഇതിലുള്ള ഇടവേള കണ്ടെത്തി അത് ഇതാക്കാനുള്ള പദ്ധതികൾ രൂപീകരിച്ച് അത് നടപ്പിലാക്കി പിന്നെ അത് നീതി ആയോഗോട് പ്രസൻറ്റേഷൻ ചെയ്ത് അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ പ്രപ്പ ബ്ലോക്ക് ഇത്രത്തെ ഒരു വലിയ ഒരു അച്ചീവ്മെൻറ്റ് ചെയ്യുന്നത്. ഇത്
ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പറയുന്നത് ജനഭാഗീദാരി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ, ജനങ്ങളുടെ ഒരു പങ്കാളിത്തം വളരെ വളരെ ഇതിൽ അത്യാവശ്യമാണ്. കാരണം ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ 39 ഇൻഡിക്കേറ്റേഴ്സ്, അതിൽ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ ഇല്ല, 38 ഇൻഡിക്കേറ്റേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. സർ, ഈ 38 ഇൻഡിക്കേറ്റേഴ്സിൽ 12 ഇൻഡിക്കേറ്റേഴ്സ്, 12 കാര്യങ്ങൾ നമ്മൾ ഈ പരപ്പ ബ്ലോക്ക് സംബന്ധിച്ചോളം 100% ആയിട്ടുണ്ട്. അത് ഇന്ത്യയിലും വേറെ എവിടെയെങ്കിലും വേറെ ഏത് ബ്ലോക്കും ചെയ്യാതെ ഒരു അച്ചീവ്മെൻ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു സമൂഹത്തിലെ സാമ്പത്തിക സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൻ്റെ സമുദ്രമായ പുരോഗതി അതിനാധാരമായ വിഷയം ഇതല്ല. ഈ തരത്തിൽ ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ മുതൽ ഗ്രാമതലം വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളുടെ കാര്യക്ഷമമായ ഇടപെടലുകൾ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് ദേശീയ പുരസ്കാരം ലഭ്യമാക്കുന്നതിന് ശ്രമിച്ചിട്ടുള്ള ഓരോ ഘടകങ്ങളും അതിൻ്റെ സ്രോതസ്സുകളും ഇതാണ് ഇതിൽ കാണാൻ. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഇത്തരത്തിൽ ഈ ദേശീയ പുരസ്കാരം ലഭിച്ചുള്ളൂ എന്നാണ് പ്രാഥമികമായ ഒരു വിവരം. ആ ദേശീയ പുരസ്കാരം നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാരവാഹികളെയും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിമാനപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നിസ്സാരപ്പെട്ട കാര്യമല്ല ഒരു ദേശീയ പുരസ്കാരം എന്നുള്ളത്. നിഷ്കളങ്കരായ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ജീവിക്കുന്നത് എന്ന് ലോകാരാധ്യനായ മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർമ്മിക്കുകയാണ്. ആ ഗ്രാമങ്ങളിൽ മാറ്റമുണ്ടായാൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗതി പ്രാപിക്കൂ എന്നാണ് ആ മഹാത്മാവിൻ്റെ ദർശനം. അത് ശരിയാണ്. ആ ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ മാത്രമല്ല, നഗരങ്ങളിൽ സാങ്കേതിക ഭൗതിക വിഷയങ്ങളാണ് കൂടുതൽ. നേരെ മറിച്ച് മനുഷ്യ പ്രതിഭവശക്തി സമാഹരിക്കപ്പെട്ട് കിടക്കുന്ന ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ, നിങ്ങളുടെ കർമ്മശക്തി, വിഭവശക്തി, ആത്മാർത്ഥത, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു സമുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പ്രശോഭിതമായ പുരോഗതി തെളിഞ്ഞു വരുന്നത്. അതാണ് പരപ്പയിൽ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങളുടെയൊക്കെ തന്നെ കൂട്ടായ്മ, സഹകരണം, സമന്വയം എല്ലാം ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും എല്ലാം കൂടി കാണിച്ചിട്ടുള്ള വിവേകപൂർണമായ സഹകരണം, ആത്മാർത്ഥമായ പങ്കാളിത്തം, ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നു.